നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ പാടൂർ എന്ന ഗ്രാമം കേരളത്തിലെ വടക്കേ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്ററോളം മാത്രം അകലെയുള്ള പാറക്കെട്ടുകളും കുന്നുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെയുള്ള ഒരു പ്രദേശം. ആഴത്തിലേക്ക് പോകുന്ന ഉരുക്കുപോലുള്ള പാറക്കെട്ടുകളാൽ ദുർഘടമായ സ്ഥലം. അവിടെ കുറേ വർഷങ്ങളായി ഖനനം നടക്കുന്നുണ്ട്. വെറും ഖനനമല്ല, ആഴത്തിൽ പാറ തുരന്നുണ്ടാക്കുന്ന കൂറ്റൻ കുഴികൾ, വളരെ നീളത്തിൽ പാറ തുരന്ന് തീർത്ത തുരങ്കങ്ങൾ. പഴയ രാജവംശകാലത്തെ ഒളിയുദ്ധ കഥകളോട് സാമ്യം തോന്നാം. എന്നാൽ അതല്ല. പകരം ലോകം ഇനി പുറത്തെടുക്കാവുന്ന പുതിയ യുദ്ധതന്ത്രങ്ങളെ, വാർ സ്ട്രാറ്റജികളെ മുന്നേ കാണാനായ ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കരുതലോടെ മെനഞ്ഞെടുത്ത ഭൂഗർഭ അറകൾ. അവ കർണാടകയിലെ പാടൂരിൽ മാത്രമല്ല, വിശാഖപട്ടണത്തും മംഗലാപുരത്തും പാറമടകളിൽ ഇന്ത്യ തുരന്നെടുത്ത തുരങ്കങ്ങളുണ്ട്. അതീവ രഹസ്യവും സൈന്യത്തിൻ്റെ അതീവ സുരക്ഷാ സന്നാഹങ്ങളാലും കവചം തീർത്ത ഗർത്തങ്ങൾ. എന്താണത്? ഇത് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് അണ്ടർഗ്രൗണ്ട് ക്രൂഡ് ഓയിൽ സ്റ്റോറേജുകളാണ്. പാറക്കടിയിലെ പടുകൂറ്റൻ റിസർവോയറുകൾ. യുദ്ധമോ മറ്റടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ രാജ്യം നിശ്ചലമാകാതിരിക്കാൻ നാം കരുതി വച്ചിരിക്കുന്ന സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്. 50 ലക്ഷം മെട്രിക് ടണ്ണിലധികം ഓയിൽ കരുതി വയ്ക്കാനുള്ള അണ്ടർഗ്രൗണ്ട് ടാങ്കർ. ലോകം മുഴുവൻ നിശ്ചലമായാലും 10-15 ദിവസം നോർമലായി മുന്നോട്ടു പോകാനുള്ള ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഊർജതന്ത്രം. ഒറീസയിലെ ചാന്ദിക്കോളിലും പാട്ടൂരിലും വലിയ ഗർത്തങ്ങളിൽ കൂറ്റൻ ഓയിൽ സ്റ്റോറേജുകൾ വേറെയും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇന്ന്. ഒരു തുള്ളി എണ്ണ പുറത്തുനിന്ന് വന്നില്ലെങ്കിലും ആഴ്ചകളോളം ഇന്ത്യയെ ചലിപ്പിക്കാൻ ഈ അദൃശ്യനിധിക്ക് കഴിയും. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം ഗ്യാസ് ഹബ്ബുകളിലൊന്നായ ഖത്തറിലെ ഗ്യാസ് ഫീൽഡുകളിൽ ഇറാൻ ആക്രമിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുഴുവൻ പ്രകൃതിവാതക ശൃംഖലയെയാണ് അത് ഗുരുതരമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തര ആവശ്യത്തിൻ്റെ പകുതിയോളം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിൻ്റെ 20% ഖത്തറിൽ നിന്നാണ്. ഇന്ന് 189 മില്യൺ മെട്രിക് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം പ്രതിദിനം നമുക്ക് ആവശ്യമുണ്ട്. ഒരു രാജ്യത്തെ പ്രത്യേകമായി ആശ്രയിക്കാതെ പല സോഴ്സുകളിൽ നിന്ന് LNGയും ക്രൂഡ് ഓയിലും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ യുദ്ധം ഇതുപോലെ തുടർന്നാൽ അത് നമുക്കല്പം റിസ്ക് തന്നെയാണ്. കാരണം സമയം കളയാനില്ലാതെ ദീർഘവും വലുതുമായ ചില ലക്ഷ്യങ്ങളെ നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇത്? ആശ്രിതത്വം അഥവാ ഡിപ്പെൻഡൻസി എവിടെയും പ്രശ്നം തന്നെയാണ്, വ്യക്തിക്കാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും. കാരണം അത് നമ്മുടെ മുന്നോട്ടുള്ള പദ്ധതികളെ തകിടം മറിക്കും. അതുകൊണ്ടാണ് സ്വയം പര്യാപ്തമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിക്ക് രാജ്യം രൂപം നൽകിയതെന്ന് ഓർക്കണം. അതിലെ ഏറ്റവും സുപ്രധാനമായ സെക്ടറുകളായിരുന്നു സോളാർ, ന്യൂക്ലിയർ, ഹൈഡ്രജൻ എനർജി മേഖലകൾ. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് എത്തനോൾ ബ്ലെൻഡിംഗ് മിഷൻ രാജ്യം മുന്നിൽ വെച്ചത്. കഴിഞ്ഞ വർഷം 20% പെട്രോളിലും എത്തനോൾ ബ്ലെൻഡിംഗ് പൂർത്തിയാക്കി. 2030 ലക്ഷ്യം വെച്ച ടാർഗറ്റാണ് 2025 നേടിയത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാമോ? ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 1.44 ലക്ഷം കോടി രൂപ ഇന്ത്യക്ക് ലാഭിക്കാനായി. ചില രാജ്യങ്ങളുടെ GDPയോളം വരുന്നു ആ സംഖ്യ. ആ പണം പൊതുസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും രാജ്യവികസനത്തിനുമായി ചെലവഴിക്കാൻ രാജ്യത്തിന് കരുത്തു നൽകി. എത്തനോൾ ബ്ലെൻഡിംഗ് പ്രോജക്റ്റ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും സാമ്പത്തിക ലാഭം നേടാനും മാത്രമല്ല സഹായിച്ചത്, കർഷകർക്ക് വലിയ വരുമാന സാധ്യത തുറന്നിടാൻ ഇതുവഴി കഴിഞ്ഞു. ഓരോരോ മേഖലകളെയും പ്രത്യേകം എടുത്ത് എനർജി റിക്വയർമെൻറ്റ് പഠിച്ച് വിപുലവും വിശാലവുമായ എനർജി പ്ലാനിംഗ് ഇന്ത്യ നടത്താൻ തുടങ്ങിയിട്ട് 10-12 വർഷമാകുന്നു. അതിൻ്റെ പ്രതിഫലനവും റിസൾട്ടും നമുക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞു. പണ്ട് പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുന്നതും പാതി വഴിയിൽ നിശ്ചലമാകുന്നതും ഇന്ത്യക്കാർ നിരവധി കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് തീരുമാനങ്ങൾ ലൈറ്റ്നിങ് വേഗതയിൽ പൂർത്തിയാവുകയും റിസൾട്ട് എടുക്കുകയും ചെയ്യുന്നത് ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ സ്ഫുരണമായിരുന്നു കഴിഞ്ഞ 10 വർഷം കൊണ്ട് 40,000 കിലോമീറ്ററിലധികം റെയിൽവേ പാതകൾ നമ്മൾ വൈദ്യുതീകരിച്ചത്. ഇന്ന് നമ്മുടെ ബ്രോഡ്ഗേജ് റെയിൽവേ 95%-ലധികം ഇലക്ട്രിക്കാണ്. യൂറോപ്പും അമേരിക്കയും പോലും സ്വപ്നം കാണുന്ന വേഗതയിലായിരുന്നു ഈ മാറ്റം. ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനുകളിലേക്ക് മാറിയതോടെ 15,000 കോടി രൂപയുടെ ഡീസൽ ഇറക്കുമതിയാണ് രാജ്യം പ്രതിവർഷം ലാഭിക്കുന്നത്. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ നിന്ന്
ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഹീറോയിക് മൂവായിരുന്നു ഇത്. ഇങ്ങനെ ക്രൂഡ് ഓയിലിലും പ്രകൃതിവാതകത്തിലും അമിതമായി ആശ്രയിക്കാതിരുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്ക് യുദ്ധമോ ലോക്ക്ഡൗണോ പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നാളെ ഉണ്ടായാലും അചഞ്ചലമായി ഇരിക്കാൻ പറ്റൂ. ആ ലക്ഷ്യത്തിനായി ഇന്ത്യ ഇന്ന് നടപ്പാക്കുന്നത് പല പദ്ധതികളാണ്. കാരണം എന്താണെന്നറിയാമോ? അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധം അത്ര നിർണായകമാണ്. ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഏകദേശം 85% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബലഹീനതയായി തോന്നാം. ഒരു വികസിത സമ്പദ് വ്യവസ്ഥയാകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഊർജ്ജ ആവശ്യത്തിനായി വിദേശ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒരു പ്രധാന ചോദ്യമുയർത്തുന്നു. അസംസ്കൃത എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ സ്വപ്നങ്ങളുടെ വേഗത കുറയ്ക്കുന്നുണ്ടോ? കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഇന്ത്യ അതിവേഗത്തിലുള്ള വ്യവസായവൽക്കരണത്തിനും നഗരവൽക്കരണത്തിനും സാക്ഷ്യം വഹിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് വാഹനങ്ങൾ നിരത്തിലിറങ്ങി. ലോജിസ്റ്റിക് നെറ്റ്വർക്കുകൾ രാജ്യമെമ്പാടും വ്യാപിച്ചു. ഏവിയേഷൻ, കൺസ്ട്രക്ഷൻ, കൃഷി, സർവീസ് സെക്ടർ എന്നിവയെല്ലാം ഊർജത്തിനായി വലിയ തോതിൽ എണ്ണയെ ആശ്രയിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ 15% മാത്രമാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ളവ ഇറക്കുമതി ചെയ്യണം. പലപ്പോഴും ആഭ്യന്തരമായി എണ്ണ ഖനനം ചെയ്യുന്നതിനേക്കാൾ സാമ്പത്തികമായി ലാഭകരമായത് ഇറക്കുമതി ചെയ്യുന്നതാണ്. പക്ഷേ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട ഊർജ ആശ്രയത്വത്തിന് സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലാണ്. വർഷം തോറും ഏകദേശം $120 മുതൽ $160 ബില്യൺ വരെയാണ് ഇന്ത്യ എണ്ണ ഇറക്കുമതിക്കായി ചെലവഴിക്കുന്നത്. അതായത് 15 ലക്ഷം കോടി. ആഗോള വിപണിയിൽ വില കൂടുമ്പോൾ ഈ ബാധ്യത $80 മുതൽ $100 ബില്യൺ കൂടി വർദ്ധിച്ചേക്കാം. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിരതയെ നേരിട്ട് ബാധിക്കുകയാണ്. ഈ ഓയിൽ ഡിപ്പെൻഡൻസി കാരണമാണ് ഡോളറിന് ഡിമാൻഡ് കൂടുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയുന്നത്. ഇത് പണപ്പെരുപ്പത്തെയും ബാധിക്കുന്നു. ഇന്ധനവില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവ് കൂട്ടുകയും അതുവഴി ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സർവീസുകളുടെയും വിലയും വർദ്ധിക്കുന്നു. അസംസ്കൃത എണ്ണയ്ക്ക് ഓരോ $10 വില കൂടുമ്പോഴും ഇന്ത്യയുടെ GDP വളർച്ചയിൽ 0.3% മുതൽ 0.5% വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ചരക്ക് നീക്കത്തിനും നിർമ്മാണ മേഖലയ്ക്കും കരുത്ത് പകരുന്ന ഈ ഊർജ്ജ സ്രോതസ്സാണ്. യഥാർത്ഥ പ്രശ്നം ഈ ആശ്രയത്വം എത്ര കാലം തുടരുമെന്നതാണ്. ഈ വെല്ലുവിളി 10-30 വർഷം മുമ്പ് തിരിച്ചറിഞ്ഞ് അഡ്രസ് ചെയ്യാനായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഇത്ര വിധേയത്വം ക്രൂഡ് ഓയിലിനോട് കാണിക്കില്ലായിരുന്നു. കഴിഞ്ഞ 1 പതിറ്റാണ്ടായി നാം തന്ത്രപരമായ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഡീസലിനെ ആശ്രയിച്ചിരുന്ന റെയിൽവേ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ടു. ഇരുചക്ര വാഹനങ്ങളിലും പൊതുഗതാഗതത്തിലും ഇലക്ട്രിക് വാഹനങ്ങൾ വഴി വിപ്ലവം വന്നിരിക്കുന്നു. സൗരോർജം, കാറ്റാടി ഊർജം എന്നിവയുടെ ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ഭാവിയിൽ വൻകിട വ്യവസായങ്ങളിലും ദീർഘദൂര ഗതാഗതത്തിലും ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിക്കാൻ ഇന്ത്യ നിക്ഷേപം നടത്തുന്നു. ചില ഏരിയകൾ വിശദമായി പറയേണ്ടതുണ്ട്. സൂര്യപ്രകാശത്തെ നമ്മൾ ഇന്ന് വജ്രായുധമായാണ് കാണുന്നത്. 2014 വെറും 2.6 ഗിഗാവാട്ടായിരുന്നു നമ്മുടെ സോളാർ കപ്പാസിറ്റി എങ്കിൽ ഇന്ന് 133 ഗിഗാവാട്ടിന് മുകളിലാണ്. അതായത് 12 വർഷം കൊണ്ട് 40 മടങ്ങ് വർധന. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഇന്ന് ഇന്ത്യയിലാണ്. രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിലെ ഭദ്ല സോളാർ പാർക്ക് 14,000 ഏക്കറിലായി പടർന്നു കിടക്കുന്നു. സൂര്യൻ അസ്തമിക്കാത്ത ഒരു ഊർജ്ജ സാമ്രാജ്യം ഇന്ത്യ കെട്ടിപ്പടുക്കുന്നത് കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ഇവിടേക്ക് വരുന്നു. മാത്രമല്ല, രാജ്യത്തെ 11 ലക്ഷം വീടുകളിൽ സോളാർ ഊർജ്ജത്തിൽ നിന്ന് കറണ്ട് ഉപയോഗിക്കും വിധം നമ്മൾ സ്വയം പര്യാപ്തരാക്കി. ഇനി നമ്മുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ആണവോർജ്ജ വിപ്ലവത്തെക്കുറിച്ച് അറിയാമോ? ആണവോർജ്ജ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ ഇന്ന്. 2030 നിലവിലെ 8,180 മെഗാവാട്ട് ശേഷി 22,480 മെഗാവാട്ടായി ഉയർത്താനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. ഇതിനായി ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 8 അധിക റിയാക്ടറുകളുടെ നിർമ്മാണത്തിലാണ്. ഇതിൽ കൂടംകുളത്തെ യൂണിറ്റ് കൂടാതെ തദ്ദേശീയമായി വികസിപ്പിച്ച 4 700 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറുകളും ഉൾപ്പെടുന്നു. മാത്രമല്ല, 2025-26 കേന്ദ്ര ബജറ്റിൽ ന്യൂക്ലിയർ എനർജി മിഷനായി 20,000 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്ന പേരിൽ 5 തദ്ദേശീയ ചെറു റിയാക്ടറുകൾ 2033 പ്രവർത്തനക്ഷമമാകാൻ ലക്ഷ്യമിടുന്നു.
ഇവയ്ക്ക് കുറഞ്ഞ ചെലവും വേഗത്തിലുള്ള നിർമ്മാണവും സാധ്യമാണ് എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന തോറിയം ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയും പണിപ്പുരയിലാണ്. ഗുജറാത്തിലെ മിതിവിർദി, ആന്ധ്രാപ്രദേശിലെ കൊവട, മധ്യപ്രദേശിലെ ചുട്ക എന്നിവിടങ്ങളിൽ വമ്പൻ ആണവ നിലയങ്ങൾക്കായി വിപുലമായ പ്ലാനിംഗ് നടക്കുന്നു. 2047 100 ഗിഗാവാട്ട് ആണവോർജം ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം. കേന്ദ്ര പദ്ധതിയായ PNG, അതായത് പൈപ്പ് വഴിയുള്ള നാച്ചുറൽ ഗ്യാസ് വിതരണം കേട്ടിരിക്കുമല്ലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇതിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. എന്നാൽ ഇന്ന് യുദ്ധം കാരണം LPG സിലിണ്ടറുകളുടെ ഷോർട്ടേജ് ഉണ്ടാകുമോ എന്ന് പലരും ഭയപ്പെടുമ്പോൾ PNG ഉപഭോക്താക്കൾക്ക് യാതൊരു ആശങ്കയുമില്ല. കാരണം ഇന്ത്യൻ ഓൺഷോറിൽ നിന്നും ഓഫ്ഷോറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഏറ്റവും സേഫായ കുക്കിംഗ് ഗ്യാസാണ് പൈപ്പ് വഴി വീടുകളിലും ഇൻഡസ്ട്രികൾക്കുമായി എത്തിയിരിക്കുന്നത്. ഒരിക്കലും ഈ ഗ്യാസ് തടസ്സപ്പെടില്ല. 2 കോടിയോളം PNG കണക്ഷനാണ് ഇന്നുള്ളത്. അത് 12 കോടിയിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ഇപ്പോഴത്തേതിന് സമാനമായൊരു സാഹചര്യം നാളെ ഉണ്ടായാൽ ഒരു റെസ്റ്റോറൻറ്റും പാചകവാതക ഷോർട്ടേജിൻ്റെ പേരിൽ അടിച്ചിടേണ്ടി വരില്ല. ഭക്ഷണം മുടങ്ങില്ല. ഇന്ത്യയുടെ എനർജി പോളിസിയിലെ മാസീവ് ഷിഫ്റ്റാണ് ഇതെന്ന് ഓർക്കണം. ഇനി പറയാൻ പോകുന്നത് വരാനിരിക്കുന്ന മറ്റൊരു വിപ്ലവത്തെക്കുറിച്ചാണ്. ഗ്രീൻ ഹൈഡ്രജൻ. 19,744 കോടിയുടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ വെറുമൊരു പദ്ധതിയല്ല ഇന്ത്യക്ക്. 2030 പ്രതിവർഷം 50 ലക്ഷം ടൺ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ലോകത്തിന് ഇന്ധനം നൽകിയിരുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് പകരമായി ലോകത്തിന് ഗ്രീൻ എനർജി നൽകുന്ന ന്യൂ ഏജ് ഒപെക്കായി ഇന്ത്യ മാറും. വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ച് അവ ലോകത്തിൻ്റെ അടുത്ത ഇന്ധനമാക്കി വിതരണം ചെയ്യാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ സാങ്കേതിക വിദ്യയിൽ നമ്മളിന്ന് ലോകത്തിൻ്റെ നെറുകയിലാണ്. ലക്ഷ്യം വളരെ വ്യക്തമാണ്. 2047 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരു എനർജി ഇൻഡിപെൻഡൻറ്റ് രാഷ്ട്രമായി മാറണം. അന്ന് പെട്രോൾ അടിക്കാൻ നമ്മൾ ഡോളർ നൽകേണ്ടി വരില്ല. അന്ന് ഗൾഫിൽ യുദ്ധങ്ങൾ നടന്നാലും നമ്മുടെ വീടുകളിലെ വിളക്കുകൾ അണയില്ല. PNG പൈപ്പ് ലൈനുകൾ നമ്മുടെ അടുക്കളയെയും ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളെയും ഗ്രീൻ ഹൈഡ്രജൻ നമ്മുടെ വ്യവസായങ്ങളെയും സംരക്ഷിക്കും. ഇത് പുതിയ ഇന്ത്യയുടെ വികസന സ്വപ്നങ്ങളുടെ ബ്ലൂ പ്രിൻ്റാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരുന്നതല്ല, അവയെ അവസരങ്ങളാക്കി മാറ്റുന്നതാണ് നമ്മുടെ ചരിത്രം. ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിൽ നിന്ന് സ്വന്തമായി ഊർജം നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നതിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷനായിരിക്കും അത്. കാരണം ക്രൂഡ് ഓയിൽ മാത്രമാണ് ലോകത്തിൻ്റെ അവസാനം വരെ ജീവനാധാരമായ ഊർജമെന്ന് ആരും പ്രതിജ്ഞയൊന്നും എടുത്തിട്ടില്ലല്ലോ. ആ തിരിച്ചറിവ് ആദ്യം വന്നത് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പെട്രോ ഡോളറിൽ നിന്ന് പുതിയ വരുമാന മാർഗങ്ങളിലേക്ക് അവർ അതിവേഗം തിരിയുന്നത്. ഈ അവസരത്തെയാണ് ഇന്ത്യ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നതും. കാരണം ഊർജത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാത്ത ഒരു എനർജി സോവറിൻ രാഷ്ട്രമായി മാറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ടെയിലൻ്റ് കൂടി പറയാം. ഉടുപ്പിയിലെ പാടൂരിലെ പാറ ഗുഹകളിൽ ഒളിപ്പിച്ച എണ്ണശേഖരത്തിൻ്റെ സ്ട്രാറ്റജിക് പങ്കാളി ആരാണെന്നറിയുമോ? സാക്ഷാൽ അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷൻ അഡ്നോക്ക്. പാടൂരിലെ പാറാറകളിൽ അഡ്നോക്ക് ക്രൂഡ് ഓയിൽ നിറയ്ക്കും. അത്യാവശ്യ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആദ്യം എടുത്തുപയോഗിക്കാമെന്ന ധാരണയോടെ. ഊർജ്ജകാര്യത്തിൽ എല്ലാ സാധ്യതകളും തുറന്നിട്ട് എല്ലാ പങ്കാളികളെയും ഒന്നിച്ചു നിർത്തി നാളേക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള പദ്ധതികളിലാണ് ഇന്ത്യ. സമീപ ഭാവിയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണയുമായി വരുന്ന കപ്പലുകൾ പാതി വഴിയിൽ തടസ്സപ്പെട്ടാലോ, ഹോർമസ് കടലിടുക്ക് അടഞ്ഞാലോ, ലോകം ഇരുട്ടിലാകുമെന്ന് ഭയന്നാലോ നമുക്ക് ശാന്തമായിരിക്കാൻ കഴിയും. കാരണം പിന്നണിയിൽ ഒരുങ്ങുന്ന തന്ത്രങ്ങൾ അത്ര ശക്തമാണ്. നട്ടെല്ല് വളയ്ക്കാത്ത, തലകുനിക്കാത്ത ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് എനർജി ഡിസൈൻ. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് പൂർത്തിയാകുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ IM.com. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ അറിയിക്കുക.